ആഴ്സണൽ ഇപ്പോഴും പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെ എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയാണ്. ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടായ എത്തിഹാദിൽ പോയിട്ട് കളിച്ചിരുന്നു ഞായറാഴ്ച. അന്തസ്സായിട്ട് ആഴ്സണൽ തോറ്റു. 2-1 തോറ്റത്. ഈ തോൽവിയോട് കൂടി പോയിന്റ് ടേബിൾ ഒന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയി. 1ാം സ്ഥാനത്ത് ആഴ്സണൽ തന്നെയാണ്. ഒരു 2 മത്സരങ്ങൾ ഇപ്പുറം മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം 9 ആയിരുന്നു. 9. പക്ഷേ 2 കളി അഡ്വാൻറ്റേജ് സിറ്റിക്ക് ഉണ്ടായിരുന്നു. 30 കളിയിൽ നിന്ന് 61 പോയിന്റും പിന്നെ 32 കളിയിൽ നിന്ന് 70 പോയിന്റും ആയിരുന്നു ആഴ്സണലിന്. 30 കളിയിൽ നിന്ന് 61 പോയിന്റ് 30 കളിയിൽ നിന്ന് 61 പോയിന്റ് സിറ്റിക്കും. പക്ഷെ അത് നേരത്തെ തെറ്റാ പറഞ്ഞതുകൊണ്ട് ഒന്ന് തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ മാറി. 2 കളികൾക്ക് ഇപ്പുറം 33 കളിയിൽ നിന്ന് ആഴ്സണലിന് 70. അതേ പോയിന്റ് നിലവാരം തന്നെ, ഒരു മാറ്റമില്ല. പിന്നെ ചെൽസി എന്ന് പറഞ്ഞ സിറ്റിക്ക് 32 കളിയിൽ നിന്ന് 77 പോയിന്റ് 37 കളിയിൽ നിന്ന് 67 പോയിന്റായി. 3 പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. 3 പോയിന്റ് വ്യത്യാസം. ഒരു കളി അഡ്വാൻറ്റേജ് സിറ്റിക്ക് ഉണ്ട്. ആ കളി സിറ്റി ജയിച്ചു കഴിഞ്ഞാൽ 70 പോയിന്റായി, ഈക്വലായി. പിന്നെ ഗോൾ ഡിഫറൻസ് ആണ്. എന്തായാലും 2-1 ആഴ്സണൽ തോറ്റത്. ആഴ്സണൽ കാര്യമായിട്ടൊന്ന് കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിച്ചിട്ടില്ല. ചില സമയങ്ങളിൽ ഒരു മിന്നലാട്ടം നടത്തുന്നല്ലാണ്ട് ആഴ്സണൽ പ്രത്യേകിച്ച് വലിയൊരു കളി കളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കളി കളിച്ചിട്ടില്ല. ആ ഭാഗ്യത്തിനുള്ള ഒരു ഗോൾ കയറിയതാണ്, അല്ലാണ്ട് അത് വലിയ കളിയായിട്ട് ഗോളിയൊന്നും കിട്ടിയതൊന്നല്ല. അത് ഗോൾ കീപ്പർ സിറ്റിയുടെ ചെൽസി എന്ന് പറഞ്ഞത്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസിയെ തോൽപ്പിച്ച കാരണമാണോ ചെൽസി എന്ന് പറഞ്ഞത്? ഇവിടെ സിറ്റിയുടെ ഗോൾ കീപ്പറായ ഡൊണറുമ്മ വരുത്തിയൊരു പിഴവ്, അത് അടിച്ച് കയറ്റിയാൽ മതി. ഡൊണറുമ്മ അത് ജസ്റ്റ് ഒന്ന് ആ ബോളൊന്ന് കളിക്കാൻ നോക്കി. ഹവേർട്സ് ഇടപെട്ടു, അടിച്ചു. ഹവേർട്സിൻ്റെ കാലുമ കൊണ്ടു പോസ്റ്റിൽ കയറി. അങ്ങനെ വന്നൊരു ഗോളാണ്. ഡൊണറുമ്മ കാണിച്ചൊരു മണ്ടത്തരത്തിൽ പറ്റിയ ഗോളാണ്. അങ്ങനെ ഒരു ഗോൾ അടിച്ച ആഴ്സണൽ. പിന്നെ അവസാന നിമിഷം കളി കഴിയാവുന്ന നിമിഷം ഒരു ഫ്രീ ഹെഡർ ഹവേർട്സിന് കിട്ടി. ഹവേർട്സ് അത് ബാറിന് തൊട്ടില്ല നിലയ്ക്ക് പുറത്തേക്ക് തറണ്ട് ഹെഡ് ചെയ്ത് വിട്ടു. അങ്ങനെ അനിവാര്യമായ തോൽവി ആഴ്സണൽ ഏറ്റുവാങ്ങി. നമ്മുടെ ചെർക്കി, അസാമാന്യ പ്ലെയർ. സെക്കൻഡ് ഹാഫിൽ ചെർക്കി നല്ല കളി കളിച്ചു ഞാൻ പറയില്ല. എൻ്റെ സെക്കൻഡ് ഹാഫ് ഒരു 80 മിനിറ്റ് ആക്കിയപ്പോൾ വലിച്ചു പെപ്പ്. പക്ഷെ ആദ്യ പകുതി ചെർക്കി അഴിഞ്ഞാടുമായിരുന്നു. അതിൻ്റെ ഫലം കാണുകയും ചെയ്തു. ഈ സാലിബയും ഗബ്രിയലൊക്കെ കാത്തു സൂക്ഷിക്കുന്നൊരു കൊത്തളത്തിൽ ആ പന്തായിട്ട് ഗോളടിച്ച അവസരത്തിൽ ചെറുക്കിയ ബോളായിട്ട് ഇടയിൽ കയറിപ്പോയത് വളരെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഗബ്രിയലിനും മറികടക്കുന്നു, എളുപ്പമല്ല. പിന്നെ ഡിഫൻസിന് 1, 2, 3 ഡിഫൻസിന് മറികടന്നിട്ടാണ് ചെറുക്കി അത് അടിക്കണേ. അത് ആഴ്സണലിൻ്റെ ഡിഫൻസാണെന്ന് ആലോചിക്കണം. അങ്ങനെ അടിച്ചിട്ടാണ് അവർ ഗോൾ അടിക്കുന്നത്. ചെറുക്കി ഗോൾ അടിക്കണം. മനോഹരമായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ഈ ചെറുക്കി ഗോൾ അടിച്ചിട്ട് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ച് ഗോൾ വീണു. അത് മണ്ടത്തരാണ് നമ്മുടെ ഡൊണറുമ്മയുടെ. അങ്ങനെ ഹവേർട്സ് സമനില ഗോൾ അടിക്കുന്നു. അങ്ങനെ 1-1 സമനിലയിൽ പിരിയുന്നു. രണ്ടാം പകുതിയിൽ കളി പിന്നെയും മുറുകുന്നു. അവസരങ്ങൾ അങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വരുന്നു. പക്ഷേ ഹാളണ്ട് നിർണായക സമയത്ത് ഹാളണ്ടിൻ്റെ ബൂട്ട് ചലിക്കുന്നു. ഒരു നല്ലൊരു ഷോട്ടായിരുന്നു അത്. ബോക്സിനുള്ളിൽ വെച്ചിട്ട് തന്നെ ഹാളണ്ട് അടിക്കുന്നു. അത് ഗോൾ കീപ്പറെ മറികടന്ന് വലയിൽ കയറുന്നു. അങ്ങനെ 2-1. പിന്നെ ആഴ്സണൽ കണഞ്ഞ് പരിശ്രമിക്കുന്നു ഒരു സമനില ഗോൾ കിട്ടാൻ വേണ്ടി, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ ആഴ്സണൽ തോൽവി സമ്മതിക്കുന്നു. 2-1 എത്തിഹാദിൽ തോക്കുന്നു. 3 പോയിന്റ് വ്യത്യാസമുള്ള ഒരു കളി അഡ്വാൻറ്റേജ് സിറ്റിക്കുള്ളതാണ്. സിറ്റി ഇത് ബെറ്ററായിട്ട് അവസാന ലാപ്പിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു. ആർട്ടേറ്റയുടെ ആഴ്സണൽ അവസാന ലാപ്പിൽ കിതച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കുതിക്കുന്നു, ഒരു കിതയ്ക്കുന്നു. എന്തായാലും ഈ സീസണും സിറ്റി കൊണ്ടുപോകുമെന്നൊരു സംശയമുണ്ട്. ആഴ്സണലിനൊരു അവരുടെ ആറ്റിറ്റ്യൂഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. 4 ക്വാഡ്രിപ്പിൾ അടിക്കും എന്ന് പറഞ്ഞ ടീംസ് കാരബാവ് കപ്പിൽ നിന്ന് പുറത്താവുന്നു. ഫൈനലിൽ സിറ്റിയോടെ തോറ്റത്. പിന്നെ FA കപ്പിൽ സൗത്താംപ്ടൺ വല്ലാത്ത അടി പോയി. സൗത്താംപ്ടൺ തോറ്റ് പുറത്താവുന്നു. പ്രീമിയർ ലീഗിൽ ഇതാ ഈ അവസ്ഥ. മിക്കവാറും അവർ കലവടയ്ക്ക് തോന്നണേ. ഇനി അടുത്ത കളിയുള്ളത് ന്യൂകാസിലായിട്ടാണ്. ഹോമിലാണ് തോന്നുന്നത്. കാരണം കുഴപ്പമില്ല. ന്യൂകാസിലായിട്ട് അടുത്ത കളി. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾഹാമായിട്ടാണ് തോന്നുന്നത് അടുത്ത കളി. അടിപൊളി.
ഫുൾഹാം, ന്യൂകാസിൽ, ക്രിസ്റ്റൽ പാലസ് ആയിട്ട് ലാസ്റ്റ് കളി. ഈ 3 കളി ഭയങ്കര നിർണായകമായിരിക്കും. ഇനിയുള്ള 5 കളി അങ്ങോട്ടുണ്ട്. അതിലൊന്ന് ബേൺലിയും വെസ്റ്റ് ഹാമാണ്. അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അറ്റത്തെ മറികടക്കും. ബേൺലിനെയും വെസ്റ്റ് ഹാമിനെയും മറികടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ മറികടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന 3 ടീമിൽ ഒന്ന് ഇനി നടക്കാതിരിക്കുന്നത് ന്യൂകാസിലായിട്ട് 1, ഫുൾഹാമായിട്ട് 2, ക്രിസ്റ്റൽ പാലസായിട്ട് അവസാനത്തെ ഗെയിം. ഈ 3 കളിയിൽ എങ്ങനെയും ജയിക്കാൻ നോക്കണം. സമനില പോലും ആഴ്സണലിൻ്റെ കിരീടം പ്രതീക്ഷ മാറ്റും. അത് കാരണം കൊണ്ട് ജയിക്കാൻ തന്നെ നോക്കണം. പക്ഷേ ഈ 3 കളി ഡേഞ്ചറാണ്. അങ്ങനെയാണ് ആഴ്സണലിൻ്റെ അവസ്ഥ. പിന്നെ ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ സെമിഫൈനലിൽ എത്തിയിട്ടുണ്ട്. സെമിഫൈനലിൽ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിനെയാണ് നേരിടാനുള്ളത്. അതിൽ എമിറേറ്റ്സിൽ പിന്നെ അവർ രക്ഷപ്പെട്ടിരിക്കും. പക്ഷേ മെട്രോപൊളിറ്റാനുള്ള അവസ്ഥയാണ്. പക്ഷേ ഇപ്പം ഫോമും പ്ലെയേഴ്സും ക്വാളിറ്റിയൊക്കെ നോക്കുമ്പോൾ ആഴ്സണലിനാണ് എനിക്ക് ചാൻസ് കൂടുതൽ കാണുന്നത്. പക്ഷേ സിമിയോണിയാണ്. ആൽവാരസ് ഉണ്ട്, സൊർലോത്ത് ഉണ്ട്, ഗില്ലർമോ സിമിയോണിൻ്റെ മോനുണ്ട്, ഗ്രീസ്മാൻ ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരുങ്ങി തന്നെയാണ്. അത് മെട്രോപൊളിറ്റാനോയിൽ തോൽപ്പിക്കാൻ എളുപ്പമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എമിറേറ്റ്സ് ജയിച്ചാൽ പോലും മെട്രോപൊളിറ്റാൻ ചിലപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൂടെ ആയിക്കഴിഞ്ഞാൽ സമാധാനമായി. കിരീടമില്ലാത്ത കുറേ സീസണുകൾക്കായി ഇപ്പോൾ ഒരു സീസണും കൂടി ആവും. അപ്പോൾ ഇങ്ങനെ അവർ കിരീടങ്ങളൊക്കെ തട്ടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രേ പറയാനുള്ളൂ. 2-1 എത്തിഹാദിൽ സിറ്റി ജയിച്ചു, ആഴ്സണൽ തോറ്റു, 3 പോയിന്റ് കളഞ്ഞു. ഈ സമനിലാക്കുകയാണെങ്കിൽ അവർക്ക് 1 പോയിന്റും കിട്ടിയിരുന്നു. അതും നടന്നില്ല. ഇപ്രാവശ്യത്തെയും പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്പോൾ തന്നെ